ഹായ് ഫ്രണ്ട്സ്, ഫേസ്ബുക്കിൻ്റെ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസിയിൽ വന്ന പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അവരൊരു 6 ക്രൈറ്റീരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ടുള്ള. ഒന്നാമതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ടന്റിൻ്റെ ക്വാളിറ്റി തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ കണ്ടന്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അത് നമ്മളുടെ കണ്ടന്റ് ഒരു യുണീക്ക് കണ്ടന്റ് ആവണം. അതിൻ്റെ കൂടെ തന്നെ അത് ഒറിജിനൽ കണ്ടന്റ് ആവണം. നമ്മൾ വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്ത കണ്ടന്റോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഓൾറെഡി വേറെ എവിടെയെങ്കിലും റൺ ചെയ്യുന്നതോ അങ്ങനെയുള്ള കണ്ടന്റുകൾ എടുത്തിടാതിരിക്കുക. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. സെക്കൻഡ് പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഫേസ്ബുക്ക് ഇതിൻ്റെ മുകളിൽ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് കണ്ടന്റ് മോണിറ്റൈസേഷനിലെ കാറ്റഗറൈസേഷനിൽ അവർ കൊടുത്ത ഒരു സെക്കൻഡ് പോയിന്റ് ആയിട്ട് അവർ കൊടുത്തതാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. നമ്മളുടെ ഫോളോവേഴ്സായിട്ട് നമ്മൾ എപ്പോഴും ഒരു കണക്ഷൻ കീപ്പ് ചെയ്യണം. അതായത് നമ്മളുടെ വീഡിയോസ് കാണാൻ വരുന്ന ചില ആളുകൾ ചിലപ്പോൾ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. അവർ നമ്മളുടെ വീഡിയോസ് കണ്ടു പോകുന്നുണ്ടാവായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. അവരെ നമ്മളെ ഫോളോവേഴ്സായിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. ഒന്നാമത് നമ്മൾ വ്യൂവർ ആയിരിക്കും, പക്ഷെ നമ്മൾ ഫോളോവർ ആയിരിക്കില്ല. അപ്പോൾ അവരെ നമ്മളുടെ പേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം ഫസ്റ്റ് തിങ്. പിന്നെയെന്ന് പറഞ്ഞാൽ അവർ നമുക്കൊരു ലൈക്ക് ഇട്ടാലോ ഒരു കമൻറ്റ് ഇട്ടാലോ അതിന് നമ്മൾ റിപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മളുടെ കണ്ടന്റിന് മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസ് ആവാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ക്വാളിറ്റി കണ്ടന്റിന് ലൈക്കും ഷെയറും കമൻറ്റും ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ഫേസ്ബുക്ക് പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൻ്റെ ഗൈഡ് ലൈൻ പോളിസീസ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് നമ്മൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ എന്ന് പറയുന്നത് നമ്മളുടെ ഫോളോവേഴ്സിനെ മാക്സിമൈസ് ചെയ്യാം. എത്ര നമ്മൾ ഫോളോവേഴ്സിനെ കൂട്ടുന്നോ അതിൻ്റെ നമ്പർ ഓഫ് ഫോളോവേഴ്സ് കൂടുന്നോ അത്രയും പെട്ടെന്ന് നമ്മളുടെ പേജ് മോണിറ്റൈസ് ആവാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേജ് കസ്റ്റമൈസ് ചെയ്യാം. നമ്മൾ ഏത് കണ്ടന്റ് ആണോ ചൂസ് ചെയ്ത് അതിനനുസരിച്ച് നമ്മളുടെ പ്രൊഫൈൽ പിക്കും ബാനറും എല്ലാം നമ്മൾ അതിനനുസരിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് വെക്കണം. പിന്നെന്ന് പറഞ്ഞാൽ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അതിൽ ഞാൻ നിങ്ങളടുത്ത് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു 3 മിനിറ്റ്സ് വീഡിയോ ആണ് നമ്മൾ ചെയ്യേണ്ടത്. മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി 3 മിനിറ്റ്സ് വീഡിയോ ആണ്. അതുപോലെയുള്ള 3 മിനിറ്റ് ക്വാളിറ്റി ആയിട്ടുള്ളൊരു 5 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ മുതൽ നമ്മളുടെ പേജിൽ അതിൻ്റെ കൂടെ തന്നെ ഫോളോവേഴ്സും വേണം. നമ്മളുടെ പിന്നെ എന്താ പറയുക, ഫോളോവേഴ്സിനെ പിടിച്ചിരുന്ന കണ്ടന്റ് ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പം ഇത്രയും 6 ക്രൈറ്റീരിയ ആണ് പുതിയ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസിയിൽ ഫേസ്ബുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആവട്ടെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ, അറിയുന്നതാണെങ്കിൽ പറയാം. താങ്ക് യു.